പുറത്തുനിന്നല്ലേ മോളെ കഴിക്കാറുള്ളത്, അല്ലാതെ അവൻ വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഹോട്ടൽ ഫുഡാണ് അവൻ കഴിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ തറവാട്ടിലേക്ക് വരുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടം തോന്നുന്നതും ഉണ്ടാക്കി തരാൻ പുറകെ നടക്കുന്നതും കേസരിയാണ്, പിന്നെ പാൽപ്പായസവും. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എന്താഹാരമാണെങ്കിലും അവൻ കഴിക്കാറുണ്ട്. കൂടുതലും അട പോലുള്ള പലഹാരങ്ങൾ അവൻ വരുമ്പോ തയ്യാറാക്കാറുണ്ട്. അവർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് തട്ടി. മോൾക്ക് മനസ്സിലായോ? ഇനി മുതൽ മോളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവർ വാത്സല്യത്തോടെ പറയുമ്പോൾ മനസ്സിലായെന്നപ്പോൾ പുഞ്ചിരിയോടെ അവൾ തലയാട്ടി. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി പപ്പടം കൂടി കാച്ചിയാൽ മതിയായിരുന്നു. എന്റെ ആദി, നീ ഇതെങ്കിലും ഒന്ന് ചെയ്യുവോ? എനിക്കാണെങ്കിൽ അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്. എവിടെ തിന്നോണ്ടിരിക്കുന്ന പെണ്ണിന് ഇത് വല്ലതും അറിയുവോ? അവൾ അറിയില്ലെന്നപ്പോൾ ചുമലനക്കി. അതിങ്ങ് താ അമ്മേ. വീണ്ടും ഒരു തർക്കമാകണ്ടെന്ന് കരുതി അവസാനം ഭദ്ര തന്നെ ചെയ്തു. ആദ്യ ഭദ്രയേക്കാൾ 1 വയസ്സ് മൂത്തതാണ്. കൊച്ചിപ്പ ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന തിരക്കിലാണ്. അഗ്നി വിനോദിന് നേരെ നോക്കി ആ നിമിഷം ദേഷ്യമായിരുന്നില്ല അവനിൽ, ഒരുതരം ശാന്തതയായിരുന്നു. അപ്പൊ വിനോദ് പറഞ്ഞു വരുന്നത് ശ്രീജിത്താണ് ഇതൊക്കെ ചെയ്തതെന്നല്ലേ? സാർ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അയാൾ ഒരു തരം പരിഹാസ ചുവയോട് പറഞ്ഞു. ഞാൻ ഈ കമ്പനി വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഒരു സാധാരണ സ്റ്റാഫായി വന്ന ഞാൻ ഇപ്പൊ സാറിന്റെ PA ആയി സേവനം തുടരുമ്പോൾ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് സാറിനോ കമ്പനിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യദു സാറിനെ പോലെയാണ് എന്നെ കാണുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പുറം ലോകം അറിയാത്ത പല കാര്യങ്ങൾ പോലും സാർ യദു സാറിനോട് പറയുന്ന പോലെ എന്നോട് പറയാറില്ലേ? ഈ കാര്യം കള്ളം പറയുമെന്നോ തെറ്റായ തെളിവുകൾ തരുമെന്നോ സാറിന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു? സാർ പറഞ്ഞ 3 മണിക്കൂറിനുള്ളിലാണ് ഞാൻ ഇത്രയും കണ്ടെത്തിയത്. ആ കഷ്ടപ്പാടൊന്നും സാറിന് കാണണ്ടല്ലോ. ഒന്ന് തുറന്നു പോലും നോക്കാതെ വല്ലാതെ വേദന തോന്നുന്നു സാർ. സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കൂ. ആഞ്ജനേയ സാറിന്റെ വിവാഹം നടക്കാനുള്ള പ്രധാന കാരണം തന്നെ ഇവനാണ്. അത് അഗ്നിക്ക് പുതിയൊരു അറിവായിരുന്നു. താൻ എന്താടാ പറഞ്ഞു വരുന്നത്? വിനോദിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വലിഞ്ഞു കയറിയ മുഖത്തോടെ കാപ്പിക്കണ്ണുകളിലെ ചുവപ്പോടെ അവൻ ചോദിക്കവേ, പച്ചയായ സത്യം സാർ ഇതൊന്ന് കാണ്, അപ്പം മനസ്സിലാക്കാൻ സാധിക്കും. കയ്യിലിരുന്ന 2 പെൻഡ്രൈവും അവനെ ഏൽപ്പിച്ചു. അഗ്നിയുടെ കൈ അവന്റെ ഷട്ടിൽ നിന്ന് താനെ അയഞ്ഞുപോയി. സാർ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്കിനി ഈ കമ്പനി തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുവരെ മിണ്ടാതിരുന്ന അഗ്നിയുടെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. ഞാൻ ആരെയും പിടിച്ചു നിർത്തുന്നില്ല മിസ്റ്റർ വിനോദ്. നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ പോകാം. അഗ്നി ആരെയും തടഞ്ഞു നിർത്തില്ല. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കാണുമായിരിക്കുമല്ലോ. അന്നത് ശരിക്കും വായിച്ചു നോക്കില്ലെന്നാ തോന്നുന്നേ. വായിച്ചു കാണില്ല, അല്ലെങ്കിൽ മറന്നതാകും. എങ്കിൽ ഞാൻ ഓർപ്പിക്കാം. കമ്പനിക്ക് ആദ്യം 6 മാസം ട്രെയിനിങ് പീരീഡ് ആണ്. അത് കഴിഞ്ഞ് സ്ഥിരമായി അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് ഒരു സ്റ്റാഫിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിൽ സൈൻ ചെയ്തത് ഇത്ര വേഗം മറന്നുപോയ വിനോദ്? പരിഹാസ രൂപത്തിൽ അഗ്നി ചോദിക്കുമ്പോൾ അയാളിൽ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വായിച്ചു നോക്കണ്ടേ വിനു? ഈ പ്രാവശ്യം അഗ്നിയിൽ ഒരു തണുത്ത ഭാവമായിരുന്നു. എഗ്രിമെന്റ് പ്രകാരം കമ്പനി സ്വയമേ പിരിച്ചുവിടുന്നതല്ലാതെ സ്റ്റാഫുകളുടെ ഇഷ്ടപ്രകാരം പോകേണ്ടവർ, അതും പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ പോകാൻ തോന്നിയാൽ 3 കോടി രൂപ കമ്പനിക്ക് നൽകണമെന്ന കരാർ കണ്ടില്ലേ? അഗ്നി പരിഹാസ രൂപത്തിൽ ചോദിക്കുമ്പോൾ അയാളിൽ ഉത്തരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ തുക ഇവിടെ വെച്ചിട്ട് പോകാമെങ്കിൽ പെട്ടെന്നായിക്കോ. അയാൾ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. പറ്റില്ലെങ്കിൽ വിനോദിന് നിങ്ങളുടെ വർക്കിലേക്ക് തിരികെ പോകാം. അയാൾ ഒന്നും പറയാതെ അവിടെ നിന്നിറങ്ങി. പക്ഷെ ആ നിമിഷം അയാളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവനറിയാം, ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയും. എന്നാൽ കാണുന്നവരെ എല്ലാവരെയും പുള്ളി അടുപ്പിക്കുകയുമില്ല. എന്നാൽ ഒരുപാട് അടുത്ത ആളെ അവൻ കൈവിടില്ല. അവരെ എന്ത് വില കൊടുത്തും അവൻ പിടിച്ചു നിർത്തിയിരിക്കും. പക്ഷെ അതൊട്ട് സമ്മതിച്ചു തരികയുമില്ല. അഗ്നിയുടെ ചുണ്ടിന്റെ കോണിൽ അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ജയുടെ കാർ ഒരു ഇരമ്പലോടെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരുന്നു. അവൻ പുറത്തേക്കിറങ്ങി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. തന്റെ സ്പെക്ക് ഒന്നുകൂടി ചേർത്ത് വെച്ച് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് നടന്നു. അരുൺ പുറത്തേക്ക് വന്നതും പ്രതീക്ഷയോടെ നോക്കുന്ന യദുവിന് ഡെവിയുമാണ് അവൻ കണ്ടത്. അഗ്നി വന്നില്ലേ? അവർക്കടുത്തേക്ക് ചെന്നുകൊണ്ട് അരുൺ ചോദിച്ചു. ഇല്ല ഏട്ടാ, യദുവാണ് മറുപടി നൽകിയത്. അപ്പോഴാണ് അവർക്കടുത്താൻ നിൽക്കുന്ന അഗ്നിയുടെ അച്ഛനെ അവർ കണ്ടത്. അങ്കിൾ വരൂ, അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് തന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നു. ദത്തന്റെ രാജന്റെ മുഖത്ത് ആശങ്കയും ഭയവും ഒരുപോലെ നിറഞ്ഞു. അവർ ചെന്നപ്പോൾ അരുൺ തന്റെ ചെയറിൽ ഇരുന്ന് കയ്യിലുള്ള ഫയൽ പരിശോധിക്കുകയായിരുന്നു. ഇരുവരും അകത്തേക്ക് വരുമ്പോൾ അവൻ തലയുയർത്തി അവരെ ഒന്ന് നോക്കി. ഡോക്ടർ, ആ വിളിയിലുണ്ടായിരുന്നു അവരുടെ ആശങ്കയും ഭയവും എല്ലാം തന്നെ. നിങ്ങൾ ഇരിക്കൂ. അവർ ഇരുന്നതും അരുൺ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലിലേക്ക് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവർക്ക് നേരെ നീട്ടി.
രാജനാണ് അത് വാങ്ങിയത്. ആ നിമിഷം അയാളുടെ കൈയൊന്ന് വിറച്ചുപോയി. ആ ഫയൽ എഴുതി അവളുടെ പേര് കാണെ അയാളുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞുപോയി. ഡോക്ടർ, എന്റെ മോൾക്ക് എന്താ? അയാളുടെ സ്വരം ഒരു വേള വിറച്ചുപോയി. ശരീരത്തിലെ ഭാരം നഷ്ടപ്പെടുന്നതായി ആ നിമിഷം അയാൾക്ക് തോന്നി. അരുൺ പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ മകൾക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. അരുണിന്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. അവൻ എങ്ങനെ തുടങ്ങണം എന്നറിയില്ലായിരുന്നു. അരുൺ പറയുന്നുണ്ടെങ്കിലും അയാളുടെ കണ്ണുകൾ ആ ഫയലിലായിരുന്നു. ദത്തൻ അത് വാങ്ങി അതിലേക്ക് കണ്ണുകൾ പായിച്ചു. ഷീസ് എ വിക്ടിം. നോ! രാജൽ കസേരയിൽ നിന്നെഴുന്നേറ്റ് ഒരു മുരച്ച പോലെ പറഞ്ഞു. അപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്റെ മോള്. അയാളുടെ കണ്ണിൽ ഒരു വേള ഇരുട്ട് പടർന്നു. ബലം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കാൻ പോയതും ദത്തനും അരുണും കൂടി താങ്ങി പിടിച്ചിരുന്നു. കേട്ട ചോക്കിൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ നിമിഷം ജയ് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ഐസിയുലേക്ക് നടക്കുകയാണ്. മനസ്സാകെ കലുഷിതമാണ്. ഡെവി വന്നപ്പോഴുള്ള അഗ്നിയുടെ പെരുമാറ്റം അവനെ ഏറെ വേദനിപ്പിച്ചു. അവൻ അങ്ങനെയാണോ ഞങ്ങൾ കണ്ടിരിക്കുന്നത്? ഒരിക്കലും അവനോ അവന്റെ കുടുംബമോ നശിച്ചു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുമോ? ഇപ്പൊ തന്നെ എന്റെ ആവശ്യമുള്ളത് കൊണ്ടാകും അവൻ കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറയാൻ വരാതെ സമ്മതിച്ചത്. നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഈ 7 വർഷത്തെ അകൽച്ച മാറ്റിവെച്ച് ഞങ്ങൾ നിന്റെ അടുത്ത് എത്തിയില്ലടാ. പിന്നെ നീ എങ്ങനെയാണ് തനിച്ചാകുന്നത്? ജയ് ആലോചനയോടെ ഐസുവിന്റെ മുന്നിലെത്തിയത് അവൻ അറിഞ്ഞിരുന്നില്ല. മുന്നിൽ കാണാൻ കരഞ്ഞു തളർന്നിരിക്കുന്ന രാജനെയും അഗ്നിയുടെ അച്ഛനെയും. ജയ്ക്ക് ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാത്ത നിമിഷമായിരുന്നു അത്. വിനോദ് കൊടുത്ത പെൻഡ്രൈവ് തന്റെ ലാപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ് അഗ്നി. റോഡിലൂടെ ഓടി വരുന്ന ഒരു പെൺകുട്ടി. അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഭദ്രയാണ് അവൾ. അവളുടെ ഡ്രസ്സ് അവിടെ ഇവിടെയായി കീറിയിരിക്കുന്നത് കാണാം. അത്രയും ആയപ്പോ തന്നെ അവന്റെ മുന്നിൽ കണ്ട ഫ്ലവേഴ്സ് നിലം പതിച്ചിരുന്നു. പിന്നാലെ വരുന്ന ജിത്തിനെ കാണെ അവന്റെ സകല നിയന്ത്രണങ്ങളും തെറ്റിയിരുന്നു. അഗ്നി തന്റെ മുന്നിൽ കണ്ട ഓരോ സാധനങ്ങളും ദേഷ്യത്തോടെ വലിച്ചെറിയാൻ തുടങ്ങി. ഈ പ്രാവശ്യം സ്റ്റാഫുകൾ ആരും തന്നെ അവന്റെ അടുത്ത് പോകാൻ തയ്യാറായിരുന്നില്ല. സഹോദരനാൽ മാനം കാക്കാൻ വേണ്ടി ആ രാത്രിയിൽ ഓടുന്ന തന്റെ പെണ്ണ്. ജിത്തിന്റെ നെറ്റി എന്തോ കൊണ്ട് മുറിഞ്ഞ പാടു കാണാം. ചോര ഒഴുകുന്നുണ്ട്. എന്നിട്ടും അവളുടെ പിന്നാലെ ഓടുന്ന ജിത്തിനെ അതിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയുമായിരുന്നു. തലയിലെ വേദന കൊണ്ട് കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞ് ജിത്തിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. മുന്നോട്ടോടിയതും എതിരെ വരുന്ന ഒരു BMW കാണാം. കാറിന്റെ മുന്നിലായി വീണ് കിടക്കുന്ന ഭദ്രയെയും കാണാം. വീണതിന്റെ ആഘാതത്തിൽ അവളുടെ ബോധം പോയിരുന്നു. ജയ് വണ്ടിയിൽ നിന്നിറങ്ങിയതും അവളെ കുറെ തട്ടി വിളിക്കുന്നതും പിന്നീട് കൈകൾ കോരിയെടുത്തുകൊണ്ട് പോകുന്നതും കാണാം. പിന്നീടുള്ള ഓരോ വിഷ്വൽസും അഗ്നിയുടെ സമനില തെറ്റിക്കുന്നതായിരുന്നു. നാട്ടുകാർ ചേർന്ന് കെട്ടിക്കുന്നത് വരെയുള്ള ഓരോ വിഷ്വൽസും അവന്റെ കണ്ണുകൾക്ക് നനവ് പടർന്നിരുന്നു. ശരിക്കും ജയ് തന്നെയല്ലേ ഭദ്രയ്ക്ക് സ്വന്തമാകേണ്ടത്? അവർ തമ്മിലല്ലേ ചേരേണ്ടത്? ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടത് അവനല്ലേ? അങ്ങനെയല്ലേ അവൻ അവളെ വിവാഹം കഴിക്കേണ്ടി വന്നത്? പക്ഷെ അവൻ അന്ന് അറിഞ്ഞിരുന്നില്ല അവൾ ഭദ്രയായിരുന്നെന്ന്. ബുദ്ധി അവനോട് പറയുമ്പോഴും മനസ്സ് അതിനനുവദിച്ചിരുന്നില്ല. അവൾ അന്ന് വീണത് എന്റെ കാറിന് മുന്നിലായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം ആഗ്രഹിച്ചു പോയി. അന്ന് ആ സാഹചര്യത്തിൽ അവളെ എനിക്ക് തന്നെ നേടാൻ കഴിയുമായിരുന്നു. ഇത്രയും വേദന എനിക്ക് വരില്ലായിരുന്നു. അവൾ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ഓരോ വേദനയും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇത്രയും പുന്നാര മോനായ ഇവന്റെ മുന്നിൽ തന്നെ എന്റെ പെണ്ണ് ഇത്രയും കാലം ജീവിച്ചല്ലോ. ഞാൻ അറിയാതെ പോയി. അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. ഇനിയായാലും എനിക്ക് അവളെ നേടാൻ കഴിയും. അവൾ ജയിലിൽ നിന്നും ഇത്രയും വേദന സഹിച്ചെങ്കിൽ അവൻ അവളെ സ്വന്തമാക്കാൻ ഒരർഹതയുമില്ല. അവൻ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ചെയ്ത തെറ്റ് തെറ്റല്ലാതാകില്ലല്ലോ. ഞാൻ എന്തിനവളെ അവനായി വിട്ടുകൊടുക്കണം? അവസാനം അങ്ങനെ മനസ്സിലെ പറഞ്ഞു തിരുത്തേണ്ടി വന്നു. അത് തന്നെയാണ് അവന്റെ ആശ്വാസവും. അടുത്ത പെൻഡ്രൈവ് സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തു നോക്കി. ഡ്രഗ്സ്, പെൺവാണിഭങ്ങൾ, സ്വർണം കടത്തു വരെയുള്ള ഇല്ലീഗൽ ബിസിനസ് ഇതെല്ലാം ഏർപ്പെടുന്ന ജിത്തിന്റെ മുഖം അതിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ ബാക്കി 2 അവന്മാരുമുണ്ട്. ഓരോ സാഹചര്യങ്ങളാൽ പലപ്പോഴായി എടുത്ത വീഡിയോ ക്ലിപ്പുകളാണ്. അഗ്നി കുറച്ചു സമയം അതിലേക്ക് കണ്ണുകൾ ഓടിച്ചു. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ആദ്യം ചെയ്യുന്നത് ഇതുമായി പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക എന്ന് തന്നെയാണ്. അഗ്നി ആ വീഡിയോ ക്ലിപ്പിലേക്ക് കുറച്ചു നേരം നിരീക്ഷിച്ചപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇതിൽ ശ്രീജിത്ത് വെറും ഒരു കണ്ണി മാത്രമാണ്. യഥാർത്ഥ കുറ്റവാളി ഇതൊന്നുമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ ഇതിന് പിന്നിൽ ആരായിരിക്കും? ആ ചോദ്യം അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോ ജയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. അവന്റെ ഈ നിശബ്ദതയുടെ കാരണം അഗ്നിക്ക് മുന്നിൽ വ്യക്തമായി. തന്നെക്കാൾ മുമ്പേ തന്നെ അവൻ മനസ്സിലാക്കിയെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല. അവന്റെ ഈ നിശബ്ദത തന്നെയാണ് ഇവന്മാർ ഭയക്കേണ്ടത്. ഓരോ തെളിവുകളും അവൻ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, ആഞ്ജനേയ ശത്രുവിന്റെ മുന്നിലായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അഗ്നി
അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നിനക്ക് നന്നായി അറിയാം ജയ്, നിന്റെ ഹെൽപ്പ് ഇല്ലാതെ എനിക്കൊന്നും തന്നെ പറ്റില്ലെന്ന്. അതെ, നീ അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. എനിക്കിപ്പോ വ്യക്തമായി ജയ്, നിന്റെ ഭാര്യ എന്ന് പോലും നീ ലോകത്തിന് മുമ്പ് പറയാത്ത ആ പെണ്ണിനെ നീ സേഫ് ആക്കുകയാണ്. ഇതെല്ലാം അറിയാതെങ്കിൽ പോലും ഭദ്രയും ഉൾപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയാകും ശത്രുപക്ഷം കാത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അവസാനം എത്തി നിൽക്കുന്നത് ഭദ്രയിലാണ്. അവൾക്ക് വേണ്ടി എന്തോ ഡീലിങ്സ് നടന്നിട്ടുണ്ട്. അഗ്നിയുടെ ഊഹങ്ങൾ അവിടെ വരെ എത്തിച്ചേർന്ന് നിന്നു. എല്ലാം കൂടി ഓർക്കവേ അവന് തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നി. തന്റെ ഓഫീസിലെ ഷെൽഫിലിരുന്ന മദ്യക്കുപ്പി കയ്യിലെടുത്തു. ഇനി ഒരു ആശ്വാസം ഇതൊന്നു മാത്രം.